ഹലോ ഗൈസ്, അപ്പോൾ ഇന്നാണ് നമ്മുടെ +1 റിസൾട്ട് വരുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ റിസൾട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എന്തൊക്കെ ഉണ്ടാകാൻ പോകണമെന്നൊന്നും അറിയില്ല. ഫുൾ ടെൻഷനിലാണ് നിൽക്കുന്നത്. അപ്പോൾ റിസൾട്ടിനെ പറ്റി നമുക്ക് അത്ര വലിയ പ്രതീക്ഷകളൊന്നുമില്ല. എന്തായാലും പാസ്സാവുണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ട്. മാത്സാണ് നമുക്ക് കുറച്ചുകൂടി പേടിയുള്ളത്. എന്തൊക്കെ ഉണ്ടാവുമെന്നറിയില്ല. എന്തായാലും നമുക്ക് നോക്കി നോക്കാം. ബാക്കിയൊക്കെ വരുന്നിടത്ത് വെച്ച് നമുക്ക് കാണാം. ഇപ്പോൾ സമയം എന്തായാലും 3 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വന്നിട്ടുണ്ടാവുമെന്നറിയില്ല. എന്തായാലും നമ്മളൊന്ന് പോയി നോക്കട്ടെ, കിട്ടുന്നുണ്ടോ നോക്കാം. എന്നിട്ട് നമുക്ക് എന്തായാലും ചെക്ക് ചെയ്യാം. അപ്പോൾ ഇന്ന് റിസൾട്ട് വരുന്നുള്ളത് കൊണ്ട് തന്നെ നമ്മളിന്ന് സ്കൂളിൽ പോയിട്ടില്ല. അപ്പോൾ വീട്ടിലിരുന്ന് ക്ലാസ്സൊക്കെ കണ്ട് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കെമിസ്ട്രിയാണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എന്തായാലും ഇപ്പോൾ സമയമായതുകൊണ്ട് നമുക്ക് റിസൾട്ട് നോക്കി നോക്കാം. ഇനിയിപ്പോൾ മാർക്ക് കുറച്ച് കുറഞ്ഞു വെച്ച് ഒന്നും പേടിക്കാനില്ല. നമുക്ക് 3 വിഷയം ഇമ്പ്രൂവ്മെൻ്റ് ചെയ്താൽ. അപ്പോൾ പക്ഷേ അതിനും നമ്മൾ തന്നെ പഠിക്കണം. അത് കുറച്ച് പണി തന്നെയാണ്. പക്ഷെ എന്നാലും കുഴപ്പമില്ല. +2 അല്ലല്ലോ, +1 അല്ലേ. വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് അടിക്കാണ്ട് അവസാനം വരെ കണ്ട് നമുക്ക് എത്ര മാർക്ക് കിട്ടുന്നുണ്ടെന്ന് നോക്കൂ. കൂടാതെ നിങ്ങൾക്ക് എന്തൊക്കെ മാർക്ക് കിട്ടി എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. കൂടാതെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല കേട്ടോ. അപ്പോൾ നമുക്ക് ലിങ്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. എന്തായാലും നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിൽ കയറാൻ കുറേ നേരമായിട്ട് നോക്കുന്നുണ്ട്. പക്ഷേ ബ്ലോക്കാണ്, സൈറ്റ് മൊത്തം ബ്ലോക്ക് ആയതുകൊണ്ട് കയറാൻ പറ്റുന്നില്ല. പിന്നത്തെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ ഹാൾ ടിക്കറ്റും കാണാനല്ല. പിന്നെ അതൊക്കെ എങ്ങനെയൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. ഒന്നും വലിയ കുഴപ്പമില്ല. ഇനിയിപ്പോൾ എന്തായാലും കുറച്ച് നേരം കൂടി ശ്രമിച്ചു നോക്കട്ടെ. അപ്പോൾ റിസൾട്ട് അവിടെ വന്നിട്ടുണ്ട്. ഈ അവസ്ഥ തന്നെ നമുക്ക് ഇംഗ്ലീഷ് നോക്കാം. ഇംഗ്ലീഷ് C മാർക്കൊക്കെ ഫുൾ കിട്ടിയിട്ടുണ്ട്. 71 മാർക്കാണ് കിട്ടിയത് 80-ൽ. അപ്പോൾ ഇംഗ്ലീഷ് A+ ആയിട്ടുണ്ട്. പിന്നെ ഹിന്ദി C മാർക്ക് ഫുൾ കിട്ടിയിട്ടുണ്ട്. ഹിന്ദിയിൽ ഫുൾ മാർക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരു വലിയ കാര്യം തന്നെയാണ്. ഫുൾ മാർക്ക്. അപ്പോൾ അതും A+. ഇപ്പോൾ 2 A+. ഇനി ബാക്കിയും കൂടി നോക്കാം. അപ്പോൾ അടുത്തത് ഫിസിക്സാണ്. ഫിസിക്സിൽ C മാർക്ക് ഫുൾ തന്നെ, പക്ഷേ 12 മാർക്ക് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 68 മാർക്കാണ് കിട്ടിയത്. അതിലപ്പോൾ A ഗ്രേഡ് ആവാനാണ് സാധ്യത. A ആവും. ക്ഷമിക്കണം ഗൈസ്, ഇത് എന്താ അറിയില്ല, ക്വാളിറ്റി കിട്ടണില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞു തരുന്നത് കേട്ടോ. അടുത്തത് കെമിസ്ട്രിയാണ്. കെമിസ്ട്രിയിൽ നല്ല കുറഞ്ഞിട്ടുണ്ട്. 29 മാർക്കുള്ളൂ. അതിൽ B+ എന്തൊക്കെയോ. അടുത്തത് കമ്പ്യൂട്ടർ സയൻസ് ആണ്. അതിലും കുറച്ച് കുറവാണ്. അതിൽ നമുക്ക് 37 മാർക്കാണ് കിട്ടിയിട്ടുള്ളത്, C മാർക്ക് കൂട്ടാതെ. അടുത്തത് മാത്സിൽ 56 മാർക്ക് കിട്ടിയിട്ടുണ്ട് 60-ൽ. C മാർക്ക് 2 മാർക്ക് കുറച്ചിട്ടുണ്ട്, എന്തിനാ അറിയില്ല. അത് പോട്ടെ, നമുക്ക് വിഷയമല്ല. പക്ഷേ 56 മാർക്ക് കിട്ടിയിട്ടുണ്ട്. അത് മതി. അപ്പോൾ അത്ര തന്നെയാണ് മാർക്ക്. 3 A+ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു A. പിന്നെ ഉള്ള 2 B+ഓ Bയോ എന്തോ ആണ്, നമുക്കറിയില്ല. എന്തായാലും അത്ര മതി. അത് മതി. ബാക്കിയൊക്കെ നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റിന് കൊടുക്കാമെന്ന് വിചാരിക്കുന്നത്. വഴിയൊന്നുമില്ല, അതന്നെ ഉള്ളൂ. അപ്പോൾ ഇത്ര ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നിങ്ങൾക്ക് എന്തൊക്കെ മാർക്ക് കിട്ടിയാൽ അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക.